അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായ 2010 കാസർഗോഡ് ജില്ലയിലെ കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂൾ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് ജൈവ വൈവിധ്യ നിരീക്ഷണം. തനതായ പ്രവർത്തനങ്ങളുമായാണ് ഗവൺമെന്റ് UP സ്കൂൾ കൂട്ടക്കനി ഇന്ന് ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് UP സ്കൂൾ കൂട്ടക്കനി ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് UP സ്കൂൾ കൂട്ടക്കനിയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. എനിക്ക് എൻ്റെ സ്കൂളിനെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിനെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരെ അധ്യാപകരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പല പല പരിപാടികൾ നടക്കാറുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഈ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നതാണ്. പരിസ്ഥിതിയോടുള്ള ബന്ധം ഇവർ പറഞ്ഞാൽ തീരുന്നില്ല. അത്രയും പരിസ്ഥിതിയെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നവരാണ് ഈ സ്കൂളിലത്തെ. നമ്മൾ അത്രയും സ്നേഹിക്കുന്നു. ഈ സ്കൂളിനെ കണ്ടാൽ, ഈ സ്കൂളിലെ കുട്ടികളെ കണ്ടാൽ ആരും ഇഷ്ടപ്പെട്ടു പോകും. അത്ര നല്ല സ്കൂളാണ്. സാറിന്റെ സ്കൂളിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അക്കാദമിക് തലത്തെ സ്പർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കി വരുന്ന സ്വീറ്റ് ഇംഗ്ലീഷ് പ്രോഗ്രാം, കൂടാതെ സാമൂഹ്യ ബന്ധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയെ ഞങ്ങൾ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. സ്കൂളിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കുട്ടി പറഞ്ഞു സ്കൂൾ ബാഗ് എടുത്ത് വീട്ടിൽ പോകുന്ന ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയങ്കയോട് ചോദിക്കട്ടെ, സ്കൂളിൽ നിങ്ങൾ വന്നിട്ട് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ്? എനിക്ക് എ ഡേ ഫോർ ഷൂട്ട് ഇംഗ്ലീഷ് എന്നൊരു പരിപാടിയാണ്. അത് തിങ്കളാഴ്ച ദിവസം ഓരോ ക്ലാസ്സിനും ഒരു ദിവസം ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അവിടെ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ്? ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ളൊരു താല്പര്യം കൊണ്ടാണോ അതോ ആ പരിപാടികളെല്ലാം നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ്? എന്താണ് കാര്യം അത് ഇഷ്ടപ്പെടാൻ? ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ആണോ? അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഷൂട്ടാണ്. അപ്പോൾ ഒരു ദിവസം മൊത്താകുമ്പോൾ അത് അധികം മധുരിക്കും നമുക്ക്. മധുരം എന്നൊക്കെ ഇതിനാണ് പറയുന്നത് അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എ ഡേ ഫോർ ഷൂട്ട് ഇംഗ്ലീഷ് തന്നെയാണ്. വിസ്മയക്ക് ഏതാ ഇഷ്ടം? എനിക്ക് സ്കൂളിൽ വന്നിട്ട് നിരീക്ഷണം ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അയ്യോ, വിസ്മയ നിരീക്ഷിച്ചാണോ കണ്ണാടി വെച്ചത്? എന്തായി നിരീക്ഷിക്കുന്ന സ്കൂളിൽ വന്നിട്ട് എല്ലാ ദിവസവും? ഞങ്ങള് പക്ഷികളെ ആഹാരം തരുന്ന എങ്ങനെയെന്ന് കണ്ടു. എന്നിട്ട് ഏതൊക്കെ പക്ഷികളെ നിരീക്ഷിച്ചു? ഞാൻ മീൻകൊത്തിനെ നിരീക്ഷിച്ചേ. മീൻകൊത്തി ഒരു മരത്തിൽ അനങ്ങാതിരിക്കും. കുളത്തിൽ നിന്ന് മീൻ പൊന്തുന്ന കാണുമ്പോ മീൻകൊത്തി പറന്നു പോയി അതിനെ കൊക്കിൽ ഇറുക്കി പിടിച്ച് ഒരു മരക്കൊമ്പിലിരിക്കും. എന്നിട്ട് ആ മീനെ ആ മരക്കൊമ്പിൽ 2 അടി അടിക്കും. അപ്പൊ അത് ചാവും. എന്നിട്ട് അതിനെ മുകളിലോട്ട് എറിയാതെ വന്നിട്ട് അതിന്റെ കൊക്കിലേക്ക് വീഴും. അങ്ങനെയാണോ? ഞാൻ ഇന്നുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് വിസ്മയമായിട്ട് തോന്നുന്നത്. അപ്പൊ ഇത് ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ടീച്ചർ കൊണ്ടുപോയി കാണിക്കുന്നതാണോ അതോ ഉച്ച സമയത്താണോ? എങ്ങനെയാണിത് ഈ പക്ഷി നിരീക്ഷണം? ക്ലാസ്സിലെ പഠന ഭാഗമായിട്ടും ഉച്ച സമയത്തും നോക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്ത് മോനൊന്ന് കൊടുത്തേ. മോൻ എന്താണ് ഇഷ്ടം? എനിക്ക് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പുകളാണ് ഇഷ്ടം. എന്ത് ക്യാമ്പാ മോൻ ഇഷ്ടം? എഴുത്തുകൂട്ടം. എഴുത്തുകാരനാണോ? അക്ബർ മാഷിനെ പോലെ ആവാനാണോ ആഗ്രഹം? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇതുവരെ? എന്താണ് എഴുതിയിരിക്കുന്നത്? കവിത എഴുതിയോ? ആഹാ, അന്ന് ഒരു 2 വരി ചൊല്ലിക്കേ, ഇവരൊക്കെ ഒന്ന് ഞെട്ടട്ടെ. മഷി. സ്വന്തം മഷിക്ക് നിറം പോരാ എന്ന് കരുതി പുതിയ മഷി വാങ്ങി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പേന നിറയുന്നില്ലല്ലോ.
എഴുത്തുകൂട്ടം ഇനി നന്നായിട്ട് നടത്തണം കേട്ടോ. ഇങ്ങനെയൊക്കെ കൂടുതൽ ഇനി അടുത്ത പേനയെ പറ്റി എഴുതണം കേട്ടല്ലോ. പിന്നെ സ്വന്തമായിട്ട് കഥയും കവിതയും ഒക്കെ എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ തോന്നിയ ഒരു കഥ പറ. സ്വന്തമായി തോന്നിയ ഒരു കഥ. അവൾ പാവമായിരുന്നു എന്നാണ് കഥയുടെ പേര്. ഭൂമി മരിക്കുകയാണ്. ഭൂമി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൂര്യൻ പറയുകയാണ് അവൾ പാവമായിരുന്നു. അയ്യാ, ഞങ്ങൾക്ക് വയ്യ. മോൻ എഴുതിയാണോ കഥ? എഴുതിയിട്ടുണ്ടല്ലേ. പ്രിയങ്കയ്ക്ക് ഇംഗ്ലീഷാണ് ഇഷ്ടം. അപ്പോൾ മലയാളത്തെ ആര് സ്നേഹിക്കും? ഈ കഥ എഴുതുന്നവരൊക്കെ സ്നേഹിക്കും. അർജുൻ, മലയാളമാണോ ഇംഗ്ലീഷാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണ് മോൻ? 5ാം ക്ലാസ്സിലല്ലേ? മലയാളത്തെക്കുറിച്ചൊരു പാട്ട്, ഒരു കവിത പഠിക്കാനില്ലേ? ആരെഴുതിയത്? ഓ, മിടുക്കൻ. എന്താ അത്? അതിൻ്റെ 2 വരി ചൊല്ലാൻ പറ്റുമോ? എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ, മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോലെത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. മിടുക്കൻ മാഷേ. നിങ്ങൾ ഈ റിപ്പോർട്ട് പൂരിപ്പിച്ചപ്പോൾ ഇതിൽ സൗജന്യ പുസ്തക വിതരണമില്ല, നോട്ട്ബുക്ക് വിതരണമില്ല, പക്ഷേ സൈക്കിൾ വിതരണമുണ്ട്. ശരിയാണോ ഇത്? എന്തെങ്കിലും പെശകുണ്ടോ എന്നൊരു സംശയം. അല്ല മാഡം, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പിന്നെ സൗജന്യമായ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ ഗവൺമെൻറ് തലത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നുണ്ട്. 1 മുതൽ 7 വരെ കുട്ടികൾക്കുള്ള മുഴുവൻ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഉള്ള നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഉച്ചഭക്ഷണ വിതരണത്തിൽ ഗവൺമെൻറ് കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി പൂർണ്ണമായ അർത്ഥത്തിൽ അത് പൂർണ്ണമായും പാരൻസിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ നാട്ടുകാരെങ്ങനെയാണ് അറിയുന്നത്? അധ്യാപകരിലൂടെയാണോ, പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടാണോ, എങ്ങനെയാണ് അറിയുന്നത്? അറിവിൻ കൂട്ടങ്ങൾ വഴിയാണ് ഈ വിവരങ്ങൾ. അറിവിൻ കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ വിവിധ സ്ഥലത്തുള്ള 7 സംഘടനയാണ് അറിവിൻ കൂട്ടങ്ങൾ എന്നുള്ളത്. സംഘടനയാണോ? സംഘടന അത് നമ്മുടെ 7 കൂട്ടങ്ങൾ. 7 കൂട്ടങ്ങളാണ് അറിവിൻ കൂട്ടം. സ്കൂളിനകത്താണോ? അത് സ്കൂളിനകത്തല്ല. അത് അംഗങ്ങൾ കുട്ടികളാണോ നാട്ടുകാരാണോ? 2 പേരുണ്ട്. അത് ശരി. കുട്ടികളുണ്ടാവും. അതിൽ വെച്ച് നമ്മ പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ അതിനോട് വെച്ച് നമ്മൾ എവിടെയാ കൂടുന്നത്? എപ്പോഴാ കൂടുന്നത്? ഞാൻ കൂട്ടക്കന്നി അറിവിൻ കൂട്ടത്തിലെ അംഗമാണ്. നമ്മൾ ഞായറാഴ്ച രാവിലെയാണ് ഇരിക്കാറ്. എവിടെ ഇരിക്കും? നമ്മൾ ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ വീട്ടിലിരിക്കും. അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ വീട്ടിലാണോ ഇരിക്കുന്നത്, അതോ നാട്ടുകാരുടെ വീട്ടിലാണോ? ചില സമയങ്ങളിൽ കുട്ടികളുടെ വീട്ടിലിരിക്കും. ചില സമയങ്ങളിൽ സ്കൂളിൽ വന്നിട്ട് നമ്മുടെ സ്കൂളിലെ വായനാ കൂടാരത്തിലോ പറങ്കിയാവിന്റെ അടിയിലോ ഇരിക്കും. എന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യും? പഠന കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ പഠന കാര്യങ്ങൾ ആണോ ചർച്ച ചെയ്യുക, അതോ സ്കൂളിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? പഠന കാര്യങ്ങളാണ്. അതെങ്ങനെ ചെയ്യാം. പിന്നെ അതിനകത്ത് വെളിയിൽ നിന്നുള്ള ആളുകൾ വരുമോ? അതിനകത്ത് വെളിയിൽ നിന്നുള്ള ആളുകൾ വരുമോ? ചില സമയങ്ങളിൽ വെളിയിൽ നിന്ന്. അവരെങ്ങനെ അറിയും ഇങ്ങനെ ഒരു കൂട്ടം അവിടെ കൂടുന്നുണ്ട് എന്നുള്ളവരെങ്ങനെ അറിയും? അത് നമ്മുടെ പ്രദേശത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അറിവും കൂട്ടത്തിലേക്ക് ക്ഷണിച്ച്. അതെങ്ങനെയാ ക്ഷണിക്കുക? നിങ്ങൾ അവരെ വീട്ടിൽ പോയി ക്ഷണിക്കും? വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ. അങ്ങനെ ഇപ്പൊ ഒടുവിൽ വന്ന ഒരാളാരാണ് പറയും? ഒടുവിൽ വന്നത് നമ്മുടെ പ്രദേശത്ത് ഈ ഇത് നടത്താൻ വരുന്ന ഈ പീഡികളിൽ, ലോക്കറ്റുകളിൽ ചില മാലകളിൽ ഇങ്ങനെ ജീവികളെല്ലാക്കി വിറ്റിട്ടുണ്ടായിരുന്നു. അത് നമ്മ തടഞ്ഞിട്ട് അവരെ ആ പീഡികലത്തെ അവരെ വിളിച്ചുകൊണ്ടിട്ട് ഒരു ബോധവൽക്കരണം പോലെ നടത്തി. എന്റെ പേര് മനോജ്. അവർക്ക് അതിനെ കുറിച്ചിട്ട് നല്ല ബോധവൽക്കരണം ഉണ്ടായി. ഈ 2010 നാം ജൈവ വൈവിധ്യ വർഷമായി ആചരിക്കുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ ഭാഗമായി നാം ഒട്ടേറെ പ്രവർത്തനം ചെയ്തു. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പലരും നാട്ടുകാരും മറ്റേ ഈ ലോക്കറ്റുകളിൽ ജീവികളെ ഇങ്ങനെ
ലോക്കറ്റിനകത്താക്കുവോ? ലോക്കറ്റിനകത്ത് അപ്പൊ ജീവനോടെ ഇരിക്കോ ചത്തു പോവോ? കൊന്നിട്ടാണ് ഇടുക. എന്നിട്ട് അത് എന്നിട്ട് ആളുകളെ കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുവോ? എന്നിട്ട് അതിനെ കുറിച്ച് നമ്മ കൂടുതൽ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഭംഗിക്കാണോ അതോ ഭാഗ്യം വരാനാണോ? അതറിയില്ല സാർ. അത് മാതൃഭൂമിയിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആളുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നു. അപ്പൊ നിങ്ങളും ഈ മനോജുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് അവര് പറഞ്ഞു ഇതിങ്ങനെ സംഭവം നമ്മ ഇത്ര അത് ഗൗരവം പ്രതീക്ഷിച്ചിരുന്നില്ല, ഇതറിയാതെയാണ് നാം ചെയ്തത്. അതുകൊണ്ട് ഇനി അദ്ദേഹം ജീവിക്കാൻ വേറെ എന്തെങ്കിലും പണി നോക്കുന്നു പറഞ്ഞു. അങ്ങനെയല്ല, പിന്നെ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ? ഇനി ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് പിന്നെ പുള്ളി ഇപ്പൊ എങ്ങനെയാ അവിടെ കഴിയുന്നത്? ഇപ്പൊ കച്ചവടമായിട്ട് വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാണ്. അത് ശരി, അത് കൊള്ളാം. സ്കൂളിന്റെ ആ ഒരു ഗ്രാമാന്തരീക്ഷം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഇന്നലത്തെ യാത്രയിൽ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടത് ഓർക്കാമോ? പ്രധാനമായും ഇന്നലെ ഞങ്ങൾ വന്നത് ഒരു നഗരപ്രദേശത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ അനുഭവപ്പെട്ടു? വായി നേരാണ്, ശ്വാസം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അനുഭവപ്പെട്ടു. അത് ശുദ്ധമായി കിട്ടുന്നില്ലായിരുന്നു അല്ലേ? നന്നായി, നിങ്ങൾ നന്നായി സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു, സന്തോഷം. നിങ്ങൾ ജൈവവൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അതിൽ ഈ നാടൻ വിത്തുകൾ പെടുത്തുന്നുണ്ടോ? അതാണ് ഒന്നെനിക്ക് അറിയേണ്ടത്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന നാടൻ നെല്ലിനങ്ങളും മറ്റു വിത്തുകളും ഈ ജൈവവൈവിധ്യ രജിസ്റ്ററിൽ ഉണ്ടോ? ആന്ന് പറഞ്ഞാൽ പോരാ, അത് ശരിക്കും പറയണം. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം. കാരണം ജൈവവൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്, അത് എനിക്കൊന്ന് ജൈവവൈവിധ്യ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ? വിസ്മയ പറയൂ. ജൈവവൈവിധ്യ രജിസ്റ്ററിൽ നമ്മുടെ പ്രദേശത്തുള്ള പല നെല്ലിനങ്ങൾ ഏതൊക്കെ വിത്തിനം പെടുത്തിയിട്ടുണ്ട്? ഏതൊക്കെ നെല്ലിന് എങ്ങനെയാ പേര് കിട്ടി? ഇത്ര എനിക്കറിയണം. അത് ഞങ്ങള് അടുത്ത നെല്ലിനങ്ങളെ ഒരു കളക്ഷൻ ഉണ്ട്. എവിടെയുണ്ട് ആ കളക്ഷൻ? എവിടെയുണ്ട്? സ്കൂളിലുണ്ട്. നിങ്ങൾ നാട്ടുകാരോട്, കൃഷിക്കാരോട് ചോദിച്ചിട്ടുണ്ടോ ഏതെല്ലാം നെല്ലാണ് നമ്മളവിടെ പണ്ട് കൃഷി ചെയ്തിട്ടുള്ളത്? ഞങ്ങള് നമ്മുടെ പഠന ഭാഗമായിട്ടൊന്ന്, കാരണം മീൻകൊത്തിനെ നോക്കിയ ആളല്ലേ ഇന്ന്, എന്തുകൊണ്ടാണ് ഇത് കാത്തത്? കോരേട്ടനോട് നമ്മുടെ കോരേട്ടനുണ്ട്, കോരേട്ടനും രാമേട്ടനും എല്ലാം ഉണ്ടാകും കൃഷിക്കാരായിട്ട്. കുഞ്ഞിരാമേട്ടൻ, കുഞ്ഞിഷ്ണേട്ടൻ, രാമകൃഷ്ണേട്ടൻ, കുഞ്ഞിക്കോരേട്ടൻ, അവരോടൊക്കെ ചോദിച്ചു. അമ്പുഞ്ഞേട്ടനോട് ചോദിച്ചില്ലേ? അമ്പുഞ്ഞേട്ടനെ കണ്ടില്ല, പോട്ടെ, സാരല്ല. എന്നിട്ട് അത് നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്, പഴയ വിത്തിനങ്ങൾ, നെല്ലിനങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. നമ്മുടെ പ്രദേശത്തിലെ നെല്ലിനങ്ങൾ മാത്രമല്ല, വേറെ എഴുതി വെക്കുന്നുണ്ട്. ഇനി ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടക്കനിയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടക്കനിക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 97.4 out of 100.